മനുഷ്യൻ ശുദ്ധവെള്ളം കുടിക്കണം, ഈ മലിനർ വാട്ടർ കുടിക്കണം. ഇതെന്താ പറയാ? മലിനർ വാട്ടർ. മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ മിനറലുകൾ ഉള്ള വെള്ളമാണ്. അത് കിണറ്റിന്ന് കോരിയാലേ കിട്ടുള്ളൂ. ഇതിൽ നിന്ന് എല്ലാ മിനറലുകളും ദൂരീകരിച്ച് ചത്ത വെള്ളമാണ്. ഇത് വെയിൽ കൊണ്ടിട്ടാണ് വാഹനത്തിൽ വരിക. അപ്പം ഇത് മലിനമാകും. അതുകൊണ്ട് ഇതിൻ്റെ പേരെന്താണ്? മലിനർ വാട്ടർ. നമ്മൾ ഈ ഗ്രാമത്തിലും ഇതാണ് കുടിക്കുന്നത്. അലൂമിനിയം ഫോയിൽ, അതിലാണ് മീൻ ചുടുക. അലൂമിനിയം ഓക്സൈഡ്, എത്ര ഉഗ്ര വിഷമാണത്. അതിൻ്റെ പാത്രത്തിൽ തന്നെ ഭക്ഷണം വെച്ചാൽ തന്നെ കേടാണ്. നിരന്തരമായി വെക്കുമ്പോൾ ഈ ഫോയിൽ ഉപയോഗിച്ച കേട് പറയാനില്ല. മലിനമായ ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജ്യൂസ് കുടിക്കുന്നൊരു കോയിലില്ലേ, അത് നിരോധിച്ച്, വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് നിരോധിച്ചപ്പോൾ വ്യാപാരികളുടെ സമരം. പകരക്കാരനില്ലാതെ പ്ലാസ്റ്റിക് നിരോധിച്ചാൽ ഞങ്ങൾ ഒഴിവാക്കൂല, ക്യാൻസർ കൊടുക്കും, ഞങ്ങൾ ഒഴിവാക്കൂല എന്ന്. എന്ത് സമരമാണിത്? അപ്പൊ നമ്മൾ പ്രകൃതിയുടെ കൂടെ ജീവിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി, സസ്റ്റൈനബിൾ സൊസൈറ്റി. സസ്റ്റൈനബിൾ സൊസൈറ്റി, സ്ട്രോങ് നേഷൻ. അതാണ് മർക്കസിൻ്റെ 43-ാം വാർഷികത്തിൻ്റെ സ്ലോഗൻ. അതാണ് മുദ്രാവാക്യം. അതാണ്. അതുകൊണ്ട് മരങ്ങൾ നടുകയും കൃഷി ചെയ്യുകയും. കോഴിക്കോട്ടത് 1.5 സെന്റ് ഭൂമിയിൽ താമസിക്കുന്ന ഒരാൾ തൻ്റെ വീട്ടിൻ്റെ മുകളിലും താഴെയും കൃഷി ചെയ്ത് വീട്ടാവശ്യം കഴിച്ചുള്ള ബാക്കിയുള്ളത് പുറത്ത് വിൽക്കുന്നു. 5 സെന്റ് ഭൂമിയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പൊ കൃഷി ചെയ്യലൊക്കെ അത് സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളാണ്. അങ്ങനെയുള്ളൊരു നല്ല ഉറച്ച സുന്നികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ ഈ നാട്ടിൽ പ്രശ്നങ്ങളില്ല, വക്കാണങ്ങളില്ല, ഇവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകും. അപ്പോൾ ഓത്തു പഠിക്കുകയാണ്. അതാണ് ഓത്തുപള്ളി എന്ന് പറയുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ. പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്കൂൾ എന്നാണ്. ഓത്തുപള്ളി എന്ന് പറഞ്ഞാൽ പാരായണം പഠിക്കുന്ന സ്കൂൾ. അറബിയിൽ മദ്രസ എന്ന് പറയും, ഇംഗ്ലീഷിൽ സ്കൂൾ എന്ന് പറയും, തമിഴിൽ പള്ളി എന്ന് പറയും. തമിഴിൽ നിന്നാണ് മലയാളത്തിലേക്ക് വന്നത് പള്ളി. ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാക്കിയ മദ്രസ കർണാടകയിലെ ബീദറിൽ മുഹമ്മദ് ഗവാ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയിട്ടുള്ള മദ്രസയാണ്. അവർ ഹാഫിദ് ഇബ്നുൽ ഹജറുൽ അസ്ഖലാനി തങ്ങളുമായി എഴുത്തുകുത്തുകൾ നടത്തിയിരുന്ന പണ്ഡിതനായിരുന്നു. അവരുടെ സമകാലികനായ പണ്ഡിതനായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ വലിയ പട്ടണങ്ങളിൽ, ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും മദ്രസകൾ വന്നു. എന്താണ് ഈ മദ്രസകൾ? കേവലം ഖുർആനോത്ത് പഠിപ്പിക്കുന്ന, അത് കഴിഞ്ഞ് അക്ഷരങ്ങൾ പഠിപ്പിച്ച് നിസ്കാരവും ഷർത്തും ഫർളും മാത്രം പഠിപ്പിക്കുന്ന മദ്രസകളല്ല. ഇസ്ലാമിക മദ്രസകൾ എന്ന് പറയുന്നത് ശാസ്ത്രവും ഗണിതശാസ്ത്രവും ജീവശാസ്ത്രവും രസതന്ത്രവും വാനശാസ്ത്രവും ഭൂമിശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന മദ്രസകളാണ്. ലോകത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? മൊറോക്കോയിലെ ഫാസ് നഗരത്തിൽ ഉള്ള അൽ ഖറവിയീൻ യൂണിവേഴ്സിറ്റിയാണ്. ജാമിഅത്തുൽ ഖറവിയീൻ. ഫാസ് എന്ന് പറഞ്ഞാൽ മദീനത്തുൽ ഔലിയ എന്നാണ് പറയുക. മൗലായ ഇദ്രീസ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പട്ടണമാണത്. ജാപ്പാൻ കുടിവെള്ള പദ്ധതിയുണ്ട്. എന്താണ് ജാപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്? ജാപ്പാൻ ടെക്നോളജിയാണത്. ജാപ്പാൻ ടെക്നോളജി. ഷിബു ബേബി ജോൺ അല്ലേ, എൻ്റെ മന്ത്രിയായിരുന്ന ആള്, ബേബി ജോണിന്റെ മകൻ, അദ്ദേഹം മർക്കസി വന്നപ്പോൾ ഉസ്താദ് ചോദിച്ചു, എന്ത് പദ്ധതി ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാവുമല്ലോ, ഈ ജാപ്പാൻ പദ്ധതിനെ കുറിച്ച് യാതൊരു വിവാദവും ഇല്ലല്ലോ എന്ന്. അയാൾ പറഞ്ഞത് 2 ഗവൺമെന്റ് കാലത്തും മാറി മാറിയിട്ട് ആ പദ്ധതി ഓടുന്നുണ്ട്, അപ്പൊ പിന്നെ അത് വിവാദമാകേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് തർക്കം ഉണ്ടാവൂലല്ലോ. ഈ ജാപ്പാൻ വെള്ളം എല്ലാ ആളുകൾക്കും കൊടുക്കും. എന്താണ് ജാപ്പാൻ പദ്ധതി എന്ന് പറഞ്ഞാൽ? ഗ്രാവിറ്റേഷൻ തിയറി മുഖേന വെള്ളം എത്തിച്ചു കൊടുക്കുന്നതാണ്.
കരണ്ടില്ലാതെ മലമുകളിൽ വെള്ളം സംഭരിച്ച് അവിടുന്ന് ഭൂഗുരുത്വാകർഷണ ബലം വഴി വെള്ളം കൊണ്ടുവന്ന് അങ്ങനെ ഓരോ വീട്ടിലേക്കും എത്തിക്കുന്ന രീതിയാണ് ജാപ്പാൻ ടെക്നോളജി. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 15 വർഷമായിട്ടേ ഉള്ളൂ. 1200 വർഷങ്ങൾക്ക് മുമ്പ് മൊറോക്കോയിലെ ഫാസ് പട്ടണത്തിൽ ഈ തിയറി നടപ്പിലാക്കിയിട്ടുണ്ട് മൗലായി ഇദ്രീസ്. എല്ലാ വീട്ടിലേക്കും വെള്ളം ഇങ്ങനെ വരും, കരണ്ട് ആവശ്യമില്ല, എല്ലാ വീട്ടിലും നാഫൂറകളുണ്ടാകും. അന്നത്തെ അൽ ഖറവിയ്യീൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു മസ്ജിദാണത്. ബ്രിട്ടീഷുകാരൻ യൂറോപ്യൻ തുണിയുടുക്കാതെ കടപ്പുറത്ത് ഞണ്ട് പെറുക്കുന്ന കാലമാണെന്ന്. അക്ഷരം പഠിക്കാതെ മുസ്ലിങ്ങൾ അന്ന് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. ഫാത്തിമ ഫിഹ്രിയ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹ ഒരു സഹോദരിയാണ് തൻ്റെ പിതാവ് മരിച്ചപ്പോൾ കിട്ടിയ സ്വത്തുകൊണ്ട് നല്ല ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നത്. ആ മസ്ജിദാണ് ഈ യൂണിവേഴ്സിറ്റി. അതുകൊണ്ടാണ് പള്ളി എന്ന് പറയുന്നത്. ആ മസ്ജിദിന്റെ തൂണിൽ ഒരു മുസ്ലിയാർ ഇരിക്കും, അദ്ദേഹം തഫ്സീർ ഓതിക്കൊടുക്കുന്നു. മറ്റേ തൂണിൽ വേറൊരു മുസ്ലിയാർ ഇരിക്കും, അദ്ദേഹം അൽ കെമി അഥവാ കെമിസ്ട്രി ഓതിക്കൊടുക്കും. തൊട്ടടുത്ത തൂണിൽ വേറൊരാളിരിക്കുന്നു, വലിയ തലക്കെട്ടും ധാടിയുമായി. അദ്ദേഹം പഠിപ്പിക്കുന്നത് റിയാളയാണ് അഥവാ മാത്തമാറ്റിക്സ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരാളിരിക്കുന്നു, അദ്ദേഹം പഠിപ്പിക്കുന്നത് ഉക്ലൈദിസ് അഥവാ എഞ്ചിനീയറിംഗ്. വേറെ ഒരാൾ പഠിപ്പിക്കുന്നത് അഫ്ലാക്കാണ്, വാനശാസ്ത്രം. മറ്റൊരാൾ പഠിപ്പിക്കുന്നത് ഭൂമിശാസ്ത്രം. ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഫിലോസഫിസ്റ്റിന്റെ കൈപ്പട കൊണ്ട് അദ്ദേഹം തന്നെ ഒപ്പിട്ട കിതാബ് ഫാസിന്റെ ലൈബ്രറിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ശാസ്ത്രവും മസ്ജിദില് ഒരു തൂണിൽ ഒരു ഉസ്താദ് ചാരിയിരിക്കും, കുട്ടികൾ വട്ടത്തിലിരിക്കും, അങ്ങനെ അവർ പഠിക്കും. വൈകുന്നേരമാകുമ്പോൾ ഈ കുട്ടികൾ ഓരോ സ്ട്രീറ്റിലുള്ള മദ്രസകളിലേക്ക് പോകും, അവിടെ താമസിക്കും. അവിടെ ഒരു മെന്റർ രാത്രിയിൽ അവർക്ക് റിവിഷൻ ചെയ്യാൻ അവരെ സഹായിക്കും. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള സ്ട്രീറ്റുകൾ, ഒന്ന് ബാബു സുന്നാഴീൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ഗേറ്റ്, ബാബു ഷമ്മാഴീൻ മെഴുകുതിരി വ്യവസായത്തിൻ്റെ ഗേറ്റ്, ബാബു സബ്ബാഗീൻ ചായം പൂശുന്ന ഡ്രസ് ഡൈയിങ് സ്ട്രീറ്റ്, ഇങ്ങനെ പറഞ്ഞ് ഫുഡിൻ്റെയും പലതരത്തിലുള്ള സ്ട്രീറ്റുകൾ കാണാം. ഇന്നും അവിടെ ചെന്നാൽ, നമ്മൾ രാവിലെ ചെന്നാൽ ഒരു ചെമ്പോട്ടി ഉണ്ടാവും, ഒരു ചെമ്പെടുത്ത് വെച്ച് ഇങ്ങനെ മേടതുണ്ടാകും. വൈകുന്നേരമാകുമ്പോഴേക്ക് ആകർഷകമായ ശൈലിയിലുള്ള വലിയൊരു പാത്രമായി അത് മാറിയിട്ടുണ്ടാകും. ഇന്നും ആ ഇൻഡസ്ട്രി അവിടെയുണ്ട്. അങ്ങനെ വ്യാവസായിക നഗരമായി ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തെ മാറ്റി. അവരുടെ സഹോദരിയാണ് അന്തലുസിലെ പള്ളി ഉണ്ടാക്കുന്നത്, സ്പെയിനിൽ. അത് ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇതുപോലെയുള്ള കേന്ദ്രമായി മാറി. അങ്ങനെ യൂറോപ്യർ ഈ മസ്ജിദുകളിലേക്ക് പഠിക്കാൻ വേണ്ടി വരികയും മുസ്ലിംകളിൽ നിന്ന് ഈ വിദ്യകൾ പഠിക്കുകയും പഠിച്ചു പോകുമ്പോൾ അവർക്ക് വലിയൊരു കോട്ട് കൊടുക്കും. മൊറോക്കോയിലെ ജനങ്ങൾ മുസ്ഹഫ് തലയിൽ വെക്കാൻ വേണ്ടി തലയുടെ മുകളിൽ ഒരു പലക വെക്കും. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, ഖുർആനാണ് ഏറ്റവും മുകളിൽ വെക്കുക. അതാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലൊക്കെ ബിരുദം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പലക വെച്ചത് കാണാം. ഇതിപ്പോൾ വെക്കുന്നത് എന്തിനാന്ന് അവർക്കറിയില്ല. പണ്ട് ഈ യൂറോപ്യന്മാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ കോട്ട് കൊടുക്കലും തലപ്പാവ് കൊടുക്കലും ഒക്കെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളാണ് ലോകത്ത് ആരംഭിച്ചത്. അതിനു മുമ്പ് യൂണിവേഴ്സിറ്റി തന്നെ ഇല്ല, ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ല. അസ്ഹർ വന്നപ്പോൾ മുഹമ്മദ് അലി പാഷായുടെ കാലത്ത് അദ്ദേഹം കുബ്ബയുടെ ആകൃതിയിലുള്ള ഒരു ചുവന്ന തൊപ്പിയും അതിനു ചുറ്റും ഒരു വെള്ളക്കെട്ടും കെട്ടിയിട്ടുള്ള ഒരു അടയാളം കൊടുക്കാൻ തുടങ്ങി. 1000 വർഷം മുമ്പ് സക്കരിയ റാസി എന്ന് പറയുന്ന വൈദ്യൻ ഓപ്പറേഷൻ ചെയ്തു, സർജറി ചെയ്തു. ഇബ്നു സീന എന്ന് പറയുന്ന വൈദ്യൻ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി. വൈദ്യശാസ്ത്രം, യുനാനി വൈദ്യശാസ്ത്രം അവിടുന്ന് വരുന്നതാണ്. ഇന്നിപ്പോൾ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജുണ്ട്.
മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടു. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസമേ നിൽക്കുള്ളൂ. അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 1 മാസമായപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാളിങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. കഷണ്ടിക്ക് ചികിത്സ ഉണ്ടോ? അസൂയക്കും ചികിത്സയില്ല, കഷണ്ടിക്കും ചികിത്സ ഇല്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അസൂയക്ക് ചികിത്സയുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയം പഠിപ്പിക്കുന്ന ഒരുപാട് കിതാബുകൾ മശായിഖന്മാർ തർബിയത്ത് ചെയ്തുകൊണ്ട് അസൂയയെ ചികിത്സിക്കുന്നുണ്ട്. എന്നാൽ കഷണ്ടിക്കും മരുന്നുണ്ട്. മർകസ് യുനാനി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ 6 വയസ്സായ ഒരു പെൺകുട്ടിക്ക് തലയിൽ കഷണ്ടി വന്നു. പൈസക്കാരാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും അതിനുശേഷം മംഗലാപുരത്തെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കസ്തൂർബ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സിച്ചു. ഒരു ഫലവുമില്ല. അവസാനം യുനാനി ഡോക്ടർ അടുത്ത് വന്നു. അദ്ദേഹം തൻ്റെ ചികിത്സ നടത്തി, ഒരു പരീക്ഷണം നടത്തി. 6 മാസം കൊണ്ട് തലയിൽ നിറയെ മുടി വന്നു. ആ കുടുംബം നല്ല റാഹത്തായി, സന്തോഷമായി. ഡോക്ടർക്ക് തന്നെ ഒരു സംശയം, ഞാൻ ചികിത്സിട്ടനാണോ എന്ന്. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, ഇത് കുട്ടികൾക്കേ പറ്റുള്ളൂ കേട്ടോ, പ്രായമെത്തിയവർക്ക് പറ്റില്ല എന്ന്. ഈ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നിന്നൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചു തന്നു. എൻ്റെ തലൻ്റെ പഴയ ഫോട്ടോ ആണിത്, പുതിയ ഫോട്ടോ ആണിത്. ഞാനിപ്പോൾ നാട്ടിൽ വന്ന് തിരിച്ചു വന്നപ്പോൾ ആൾക്കാരൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ ചോദിക്കും, തലയിൽ അങ്ങനെ മുടി വന്നതെന്ന്. മുടി കുഴിച്ചിടുന്നൊരു പരിപാടിയുണ്ട്, പുതിയ സിസ്റ്റം. അങ്ങനെയല്ല. ഈ ഡോക്ടർ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ ഏതായാലും ആവട്ടെ എന്ന് കരുതി ഒന്ന് പരീക്ഷിച്ചു. കഷണ്ടിക്കാരന് 15 ദിവസം കൊണ്ട് മുടിയിൽ ചേഞ്ച് വന്ന് രോമം മുളച്ചു തുടങ്ങി. 2 പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോ ഉണ്ട്, നോക്കിയാൽ അറിയാം. അങ്ങനെ അത്ഭുതകരമായ ചികിത്സകൾ അക്കാലഘട്ടത്തിലെ വൈദ്യന്മാര് പഠിപ്പിച്ചു. ഒരു വലിയ പൈസക്കാരൻ്റെ മകന് ഭയങ്കര പൊണ്ണത്തടിയാ. ആലപ്പുഴക്കാരനൊരാളുണ്ടായിരുന്നു മുമ്പ്, ഭയങ്കര പൊണ്ണത്തടിയുള്ള, ബോംബെയില്. അപ്പൊ ഈ വലിയ പൊണ്ണത്തടിയുള്ള ആളെ ചികിത്സിക്കാൻ വേണ്ടി ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അവര് വന്ന് നോക്കി, നരമ്പൊക്കെ പിടിച്ച് നോക്കി, കണ്ണിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് 2 ആഴ്ച കൊണ്ട് മരിക്കും, ഇനി നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മൂപ്പര് വന്നു. ഒന്നുകൂടെ പിടിച്ചു നോക്കി, തടി കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും മരിക്കല്ല 2 ആഴ്ച കഴിഞ്ഞിട്ട്. പിന്നെ മൂപ്പര് ഭക്ഷണവും കഴിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പൊ കുറഞ്ഞു തടി ഞാൻ കുറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇത് പെട്ടെന്നൊന്നും മരിക്കൂല, അത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാ. മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ മാനസികാവസ്ഥയെ ചേഞ്ച് വരുത്തി തടി മെലിഞ്ഞു. അങ്ങനെ തോലൊക്കെ മൂപ്പര് തുന്നി റെഡിയാക്കിയിട്ട് സുമുഖനായൊരു ചെറുപ്പക്കാരനാക്കി മാറ്റി. ഇബ്നു സീനായുടെ കാലത്ത് ഇതുപോലെ തന്നെ വലിയൊരു കാരണവര് കുഴഞ്ഞുപോയി. പാരലൈസിസ് ബാധിച്ചു കിടന്നു. ഇബ്നു സീന ചെന്നിട്ട്, വലിയ പ്രതാപിയായ ആളാ, അയാളുടെ മുഖത്തിനാരും നോക്കൂല, ചെന്നിട്ട് നല്ല ചീത്ത പറഞ്ഞ്, തൊള്ളെ കിട്ടുന്ന എല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ്. അപ്പൊ അയാൾ അങ്ങോട്ട് എഴുന്നേറ്റ്. കാരണം സഹിക്കാൻ കഴിയുന്നില്ല. കാത് കേൾക്കുന്നുണ്ട്, ബുദ്ധിയുണ്ട്, പൊങ്ങാൻ കഴിയാത്ത കുഴഞ്ഞു പോയതാ. അപ്പൊ ആ ചീത്ത പറഞ്ഞപ്പോഴുള്ള വികാരം കൊണ്ട് ഹൃദയം അങ്ങോട്ട് വർക്ക് ചെയ്തു, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി, അയാൾ എഴുന്നേറ്റു. ഇത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റുകളാണ്. അങ്ങനെയുള്ള ചികിത്സകൾ മരുന്ന് കൊടുത്ത് കുടിപ്പിച്ച് വയറ് നിറച്ചിട്ടല്ല, പലതരത്തിലുള്ള തർത്തീബുകളിലൂടെയാണ് ഈ ചികിത്സകളെല്ലാം നടത്തുന്നത്. ഞാൻ ആ വിഷയം പറഞ്ഞപ്പോൾ അത് തന്നെ ഒരു സബ്ജക്റ്റായി പോകും, ഞാൻ അങ്ങോട്ട് പോവുകയല്ല. മുസ്ലിം ആരാധനാലയങ്ങൾക്ക്, മസ്ജിദുകൾക്ക് മലയാളികൾ പള്ളി എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഈ മസ്ജിദുകളിലെല്ലാം ദർസുണ്ടാകും. അപ്പം മസ്ജിദുകൾ കേവലം ഇബാദത്തുകൾ ചെയ്യുന്ന
പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കേന്ദ്രം അല്ല, മറിച്ച് മസ്ജിദുകളെല്ലാം പാഠശാലകളാണ്, ദർസുകളാണ്. അതുകൊണ്ടാണ് കേരളീയർ മസ്ജിദുകൾക്ക് പള്ളി എന്ന് പറയുന്നത്. അപ്പൊ യത്ലു അലൈഹിം ആയാത്തിഹി എന്ന് പറഞ്ഞാൽ ഓതാൻ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എങ്ങനെയാണ് ഓതുക? അത് പുസ്തകം കയ്യിൽ കിട്ടിയാൽ വായിക്കാൻ കഴിയുകയില്ല. ഖുർആൻ ഗുരുവിൽ നിന്ന് തന്നെ കേട്ടുപഠിച്ചാൽ മാത്രമേ അത് പാരായണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാലുള്ള സൂറത്ത് അൽ ബഖറ, അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ബിസ്മി കഴിഞ്ഞാൽ ഏതാണ്? അലിഫ് ലാം മീം. സൂറത്തുൽ ഫീൽ, അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? അലിഫ് ലാം മീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അൽ ബഖറയുടെ തുടക്കത്തിൽ അങ്ങനെയാണ് വായിക്കുക. സൂറത്തുൽ ഫീലിന്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം എന്നാണ് എഴുതിയതെങ്കിലും വായിക്കുക അലം എന്നാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അവിടെയും ഇവിടെയും ഒരേ അക്ഷരങ്ങളാണ്. പാരായണം ചെയ്യുന്നത് രണ്ട് രീതിയിൽ ആണ്. അപ്പൊ എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്ന് തന്നെ നബി തങ്ങൾ പഠിപ്പിക്കണം. ഖുർആൻ ഇറങ്ങിയത് എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ഇഖ്റ ആണ് ആദ്യം ഇറങ്ങുന്നത്. സൂറത്ത് അലഖ്, ഇഖ്റ. ആ സൂറത്ത് ഇഖ്റയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കുക വായിക്കുക എന്ന സന്ദേശം പഠിപ്പിച്ചുകൊണ്ട് ലോകത്ത് ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം എപ്പോഴും വിജ്ഞാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിരിക്കും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ പടച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കുക. അപ്പൊ പടച്ചവൻ ആരാണ്? അല്ലാഹുവാണ്. അവന്റെ നാമത്തിലാണ് ബിസ്മി ചൊല്ലിയിട്ടാണ് വായിക്കേണ്ടത് എന്നവിടെ പഠിപ്പിക്കുന്നു. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഉടനെ തന്നെ പഠിപ്പിക്കുന്നത് ശാസ്ത്രമാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന അലഖിൽ നിന്ന് സൃഷ്ടിച്ചു. അലഖ് എന്ന് പറഞ്ഞാൽ അട്ട. അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പതിഞ്ഞു നിൽക്കുന്ന പിണ്ഡം, രക്തപിണ്ഡം. എംബ്രിയോളജി എന്ന് പറയുന്ന സയൻസ് പഠിക്കാനാണ് ഖുർആൻ തുടക്കത്തിൽ തന്നെ ബോധ്യപ്പെടുത്തുന്നത്. ഗർഭാശയത്തിലെ ഭ്രൂണത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള ശാസ്ത്രം. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. രണ്ടാമത് പഠിപ്പിക്കുന്നത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അല്ലാഹു. പേന എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് സ്വിച്ച് ഇട്ടാൽ പുറത്തു വരുന്ന ഒരു സാധനം എന്നിട്ട് എഴുതും. അതിനെ പറ്റിയാണ് നമ്മൾ പേന എന്ന് പറയുക. ബോൾ പേൻ, ബോൾ കൊണ്ട് എഴുതുന്നത്. അതിനു മുമ്പുണ്ടായിരുന്നത് ഫൗണ്ടൻ പേനയാണ്, മഷി നിറച്ചിട്ട് എഴുതുന്നതാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നത്. ഇപ്പോഴും അതുണ്ട്. എന്നാൽ അതിനു മുമ്പുള്ള ആളുകൾ ഖലം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മഷി നിറച്ച ഒരു സാധനമല്ല, ഒരു കുപ്പിയിൽ മഷിയാക്കി വെച്ച് അത് കുത്തി എഴുതുന്നതാണ്. ഇന്നത്തെ കുട്ടികൾ എഴുത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ കോലും കുന്തവും ഒന്നുമല്ല. അത് ടൈപ്പ് മെഷീനാണ്, കീബോർഡുകളാണ്. മൊബൈൽ ഫോണിലായാലും
കമ്പ്യൂട്ടറിലായാലുള്ള കീബോർഡുകളാണ്. അങ്ങനെ എഴുതുന്ന എന്തെല്ലാം യന്ത്രങ്ങൾ ഇനി വരാനുണ്ടോ അതെല്ലാം അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യനെ അവൻ അറിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു. അറിയാത്ത കാര്യങ്ങളെ കണ്ടെത്തുന്നതിന് എന്താണ് പറയുക? ഇൻവെൻഷൻ അല്ലെങ്കിൽ ഡിസ്കവറി എന്ന് പറയും. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു സാധനത്തെ അറിയില്ല, അതിനെ കണ്ടെത്തി. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. അമേരിക്ക ആദ്യമേ ഉണ്ടവിടെ, പക്ഷെ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അത് കണ്ടുപിടിച്ചു, അതാണ് ഡിസ്കവേർഡ് അമേരിക്ക. മാർക്കോണി ഇൻവെന്റഡ് റേഡിയോ. മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ റേഡിയോ മുമ്പ് ഇല്ല. അപ്പോൾ ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കുന്ന റേഡിയോ ഒരു സിസ്റ്റത്തെ മാർക്കോണി കണ്ടുപിടിച്ചു. അബ്ബാസ് ഫർനാസ് ഇൻവെന്റഡ് എയ്റോപ്ലെയിൻ. തുണീഷ്യക്കാരനായ ഇമാം അബ്ബാസ് ബിൻ ഫർനാസ് വിമാനം കണ്ടുപിടിച്ചു. ഉസ്ബെക്കിസ്ഥാൻകാരനായ ഉലുഗ് ബേഗ് ആസ്ട്രോണമി സയൻസ് കണ്ടുപിടിച്ചു. ഇറാൻകാരനായ ഇമാം ഗസാലി ഇക്കണോമിക്സ് ഉണ്ടാക്കി. യുനാൻകാരനായ സക്കരിയ റാസി ലോകത്ത് ആദ്യമായി സർജറി നടത്തി ഓപ്പറേഷൻ ചെയ്ത് ചികിത്സിക്കുന്നത് കണ്ടുപിടിച്ചു. ഇങ്ങനെ പഴയത് ഉള്ളതിനെ കണ്ടെത്തുകയും പുതിയ വിഷയങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് പറഞ്ഞാൽ അത് അറിയാത്തതിനെ കണ്ടെത്തുക. അല്ലാഹു തആല അറിയാത്ത കാര്യങ്ങളെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു. സയൻസ്. ബ്രെയിനിനെ കുറിച്ച് പറയുന്നു അതേ സൂറത്തിൽ തന്നെ. ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ള, ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളെയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ഭൂമിയിൽ നിന്ന് ആകാശം വരെ സൂപ്പർ സോണിക് വിമാനങ്ങളും ഡ്രോണുകളും റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും IoTയും എല്ലാം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം അലൈഹിസ്സലാമിന് ലോകോൽപത്തി മുതൽ അവസാനം വരെ വരാനുള്ള മുഴുവൻ വസ്തുക്കളെയും കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇതിന്റെ പേരെന്താണ്, ഇതിന്റെ പേരെന്താണ്, ഇതിന്റെ പേരെന്താണ്. അപ്പൊ ആദം അലൈഹിസ്സലാം പറഞ്ഞു, ഇത് കമ്പ്യൂട്ടറാണ്, ഇത് ലൗഡ് സ്പീക്കറാണ്, ഇത് സാറ്റലൈറ്റ് ആണ്, ഇത് ചന്ദ്രയാനാണ്. ഇങ്ങനെ വരാൻ പോകുന്ന എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല അന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദം അലൈഹിസ്സലാം എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു. മലക്കുകൾക്ക് പറയാൻ കിട്ടിയില്ല. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, കണ്ടോ, നിങ്ങളെക്കാൾ ഉത്കൃഷ്ടരാണ് മനുഷ്യർ. മനുഷ്യൻ പരിശുദ്ധനായാൽ മലക്കുകളെക്കാൾ വലിയ ദർജയിൽ മനുഷ്യൻ എത്തിച്ചേരും. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ്. അമ്പിയാക്കന്മാർ അവർ സാധാരണ മനുഷ്യരെ പോലെ അല്ല. അപ്പൊ മനുഷ്യരിൽക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്നു മലക്കുകളെക്കാൾ. അതെല്ലാം അറിയാനും പഠിക്കാനും അവസാന ദൂതരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ ഓതാൻ പഠിക്കണമെങ്കിൽ തന്നെ നല്ല ഗുരുനാഥൻ വേണം. ആദ്യം കേടായി പഠിച്ചുപോയാൽ പിന്നെ അത് നന്നാക്കാൻ വലിയ പണിയാ. വലദ്ദാല്ലീൻ എന്നത് വലസ്സാല്ലീൻ എന്ന് പഠിച്ചു പോയാൽ പിന്നെ അത് തിരുത്താൻ വലിയ പണിയാ. അപ്പൊ ആദ്യം പഠിപ്പിക്കുന്ന ആള് തന്നെ നല്ല അക്ഷരത്തിൽ തന്നെ പഠിപ്പിക്കുന്നവരാകണം. ഇപ്പോൾ അൽഹംദുലില്ലാഹ് സഹറത്തുൽ ഖുർആൻ വിപ്ലവത്തിലൂടെ കേരളത്തിലുടനീളം, കർണാടകയിലും
മധ്യപ്രദേശിലും ഹരിയാനയിലും കശ്മീരിലും വെസ്റ്റ് ബംഗാളിലും പല സംസ്ഥാനങ്ങളിലും ഈ ഖുർആൻ പഠിപ്പിക്കുന്ന രീതി കൊണ്ടുവന്നു. ദുബായ് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ദുബൈയിൽ സഹറത്തുൽ ഖുർആൻ പ്രവർത്തിക്കുന്നുണ്ട്. ജോർദാൻകാർ വന്നപ്പോഴും റഷ്യക്കാർ വന്നപ്പോഴും അമേരിക്കക്കാർ വന്നപ്പോഴും എല്ലാവരും മർക്കസിൽ വരുമ്പോൾ അവരേറ്റവും ആകർഷിക്കുന്ന ഒന്ന് സഹറത്തുൽ ഖുർആൻ, ഖുർആൻ പൂക്കൾ, ഖുർആൻ പുഷ്പങ്ങളാണ്. ഓത്തുപടിച്ച് ആസാമിൽ ചെന്നാൽ ആസാമിലെ സിൽച്ചർ പ്രദേശങ്ങളിൽ റമദാൻ മാസത്തിൽ രാവിലെ 10 മണി മുതൽ അസർ വരെ എല്ലാവരും പള്ളിയിൽ വന്നിരുന്ന് ഓതും. അതുകൊണ്ട് ആ നാട്ടിൽ മുഴുവനും നല്ല ഓത്തുകാരാണ്. അതുപോലെ ഹൈദരാബാദിൽ മക്ക മസ്ജിദ് എന്ന് പറയുന്നൊരു മസ്ജിദുണ്ട്. ആ മസ്ജിദിന്റെ കവാടമാണ് ചാർമിനാർ എന്ന് പറയുന്ന 4 മിനാരമുള്ള ഒരു ഗേറ്റ്. ആ ചാർമിനാറിന്റെ മുകളിലെ തട്ടിൽ ഒരു വലിയ ഹാളുണ്ട്. ആ ഹാളിൽ വെച്ച് അല്ലാമ ഖുറൈശി സാഹബ് ആഴ്ചയിൽ 2 ദിവസം ഖുർആൻ ക്ലാസ് എടുക്കും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഇപ്പോ അതിന്റെ ബാക്കിയുള്ള ആളുകൾ അവിടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഹൈദരാബാദിലും നിങ്ങൾക്ക് നല്ല ഒത്തുകാരെ ലഭിക്കും. മദ്രാസ് എന്ന് പറയുന്ന പേര് തന്നെ മദാരിസ് എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായത്. മദാരിസ് എന്ന് പറഞ്ഞാൽ മദ്രസകൾ. ഒരുപാട് മദ്രസകൾ ഉള്ളത് കൊണ്ടാണ് ആ നാടിന് മദാരിസ് മദാരിസ് എന്ന് പറഞ്ഞിട്ട് മദുരാശി മദ്രാസ് എന്ന് ആയി മാറിയത്. ഇപ്പൊ ചെന്നായി എന്നാ പറയാ. മദാരിസ്. ഹുമയൂൺ ടോംബ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ചെന്നാൽ ഒരു കെട്ടിടം കാണാം. അതൊരു മദ്രസയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നസാമുദ്ദീനിലേക്ക് വരുമ്പോൾ ബസ്സുകാർ പറയും മദ്രസ 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 എന്ന്. അത് സഫ്ദർജംഗ് മദ്രസ എന്ന് പറഞ്ഞിട്ട് ലോധി റോഡിന്റെ ഭാഗത്തുള്ള ഒരു കെട്ടിടമാണ്. ഒരു വലിയ കോംപ്ലക്സ് ആണത്. അതൊക്കെ മദ്രസകളാണ്.